ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത് കേട്ടോ. 2 ആഴ്ചയായി വീഡിയോസൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് 2 ആഴ്ചത്തേക്കൊന്ന് നാട്ടിൽ പോയിരുന്നു കേട്ടോ. ഫെബ്രുവരി 14 ഞങ്ങൾ 25th വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങളൊരു കാശ്മീർ ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചെത്തിയതാണ്. ഇപ്പോൾ തിരിച്ച് പിന്നെയും ഇവിടെ സൗദിയിലെത്തി കേട്ടോ. അപ്പോൾ അത് നമ്മളെ റമദാൻ വാതിക്കലെത്തിയില്ലേ. അപ്പോൾ റമദാനിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്സുകൾ കാണിക്കുന്ന സ്നാക്സ് റെസിപ്പികൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റും മെസ്സേജൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ റമദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മുരുമുരാന്നുള്ള കുറച്ച് റെസിപ്പികളും എന്നും പുറത്തുനിന്ന് വാങ്ങാണ്ട് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഷീറ്റുകളൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പികളാണ് ഇന്നുള്ളത്. 3-4 ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് ഈ ഒരു സമൂസേൻ്റെ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷീറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതും നമ്മൾ കൈയൊന്നും പൊള്ളാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ഒരു 3 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി കൊടുക്കുക കേട്ടോ, ഗോതമ്പ് പൊടി കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യാണ് എടുത്തത് കേട്ടോ. നമ്മൾ 6 kg നെയ്യ് പോലത്തെ നെയ്യാണ് എടുത്തത്. ഇതിന് പകരം വേണമെങ്കിൽ മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇഷ്ടമുള്ള ചേർക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ആ നെയ്യ് എല്ലായിടത്തും മിക്സ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കട്ടോ. ഭയങ്കര ടൈറ്റുള്ള മാവായിട്ടൊന്നും കുഴച്ചെടുക്കേണ്ടിയില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഓരോ പിടിക്കും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എനിക്കിവിടെ കറക്റ്റ് ഒരു 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് 3 കപ്പിലേക്ക്. അപ്പോൾ ചിലർക്കത് 1.5 കപ്പിൻ്റെ മേലെ പോവും, ചിലപ്പോൾ 1.5 കപ്പിൻ്റെ താഴെയും പോവും. അപ്പോൾ അത് നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ അതായത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കവർ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കുകയും ചെയ്യാം. ഇപ്പോൾ അത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബീഫാണ് കേട്ടോ. ഇതിലില്ലാത്ത ബീഫ് വേവിച്ചെടുത്തതാണ്. ഇതിലുള്ളിയൊന്നും ഇല്ല കേട്ടോ. ഇത് വെറും പൊടികളും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. ഇതെൻ്റെ പെങ്ങൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നാട്ടോ സൂർച്ച. ഇനി ഇത് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചാണ്. ഇനിയിപ്പം ഓയിൽ വേണമെങ്കിൽ അതും ചേർക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 3 മീഡിയം സൈസുള്ള ഉള്ളിയും കുറച്ച് പച്ചമുളകും ഞാനിവിടെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അത് നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. വല്ലാണ്ടങ്ങ് വാടി കുഴഞ്ഞ് വരുമൊന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അതൊന്ന് ഇളക്കിയും കൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ അങ്ങനത്തെ മസാലകൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിലെ എണ്ണയിലേ ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഫില്ലിങ് പെട്ടെന്ന് എണ്ണ പുറത്തേക്ക് വരും. അപ്പോൾ അത് ഉള്ളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകം മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ മുളക് പൊടി 1 ടീസ്പൂണാണ് എടുത്തത് കേട്ടോ. അതൊക്കെ അളവ് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണേ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു ഉള്ളിക്ക് വേണ്ടി ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ബീഫ് ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. ആ ഒരു പൊടികളൊക്കെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ പൊടികളൊക്കെ ഒന്ന് വാടിയൊരു സ്മെല്ല് വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഞാൻ ബീഫ് കാണിച്ചു തന്നില്ല. അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് കരഞ്ഞ് പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ആ ബീഫ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ അളവ് പറയാത്തത് ബീഫോ ചിക്കനോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ചിക്കനായാലും ബീഫായാലും എത്ര ചേർക്കണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. ചിലർക്ക് ഉള്ളി മസാല ആയിരിക്കും കൂടുതൽ വേണ്ടി വരിക, ചിലർക്ക് നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇറച്ചിയോ ചിക്കനോ ആയിരിക്കും കൂടുതൽ വേണ്ടി വരിക. അപ്പോൾ നമുക്കിവിടെ ഉള്ളി മസാലേനെക്കാളും കൂടുതൽ വേണ്ടി ഈ ഒരു ഇറച്ചിയാണ്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്തത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായത് തീ ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ ഉള്ളിയും ബീഫൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കൈപ്പിടി ഉണ്ടാവും കേട്ടോ മല്ലിച്ചപ്പ് ചേർത്തത്. അതും കൂടെ ചേർത്തിട്ട് ഈ ഒരു ചൂട് തന്നെ കിടന്നത് അങ്ങ് വാടിക്കോളും. തീയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി നമ്മളെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചി മസാല ഇത് വെച്ചിട്ട് എന്തും ചെയ്യാം കേട്ടോ. നമുക്ക് കൊയ്യടക്ക് ഇറച്ചിപ്പത്തിരിക്ക് പെട്ടിപ്പത്തിലിന് എല്ലാം എടുക്കാൻ പറ്റുന്ന എന്ത് സ്നാക്കിനും എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മസാലയാണ്. ബീഫിന് പകരം ചിക്കനും ചേർത്താലും ഇതേ സെയിം ഇങ്ങനത്തെ ഈ ഒരു രീതിയിലുള്ള മസാല തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാല ഇനി അവിടെ മാറ്റി വെക്കട്ടോ.
ഇനിയിപ്പോൾ അത് അടുത്ത് തന്നെ നമ്മൾ നേരത്തെ അരമണിക്കൂർ മുന്നേ കുഴച്ച് വെച്ച നമ്മളെ മാവില്ല അത് നല്ല സെറ്റായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഒരു അരമണിക്കൂർ വെക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സ്മൂത്തായി വന്നാണ്. ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കണം. വല്ലാണ്ടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, വല്ലാണ്ടങ്ങ് ടൈറ്റായി പോവുകയും ചെയ്യരുത്. ഇതിനെ നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതിനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഈ ഒരു മാവ് ഇത്രയും കൂടുതൽ 3 കപ്പ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 തരം സ്നാക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മളെ സമൂസ ആണ്, അതേപോലെ തന്നെ ഒന്ന് കോഴിയട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയിലധികം മാവ് ഞാൻ സമൂസക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടി വെക്കുക. പൂരിനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പത്തിലാണ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അത് ഞാൻ കുറച്ചധികം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വലിയൊരു ഉരുളാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കോഴിയടക്കം ഉള്ളതാണ്. ഇപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇതിൽ നിന്ന് തന്നെ ഓരോ ഉരുള എടുക്കുക കേട്ടോ. ഓരോ ഉരുള എടുത്തിട്ട് പരത്തണം. അപ്പോൾ ഓരോ സമയത്ത് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് മൂടി വെക്കണേ, കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മളൊരു പൂരിൻ്റെ വലുപ്പത്തിലല്ല, ഇത്തിരിയും കൂടെ വലുപ്പത്തിൽ. നിങ്ങൾ എടുക്കുന്ന തവൻ്റെ വലുപ്പം പോലെ ഇരിക്കണം കേട്ടോ. ഈ എടുക്കുന്ന ഉരുളൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്ര വലുപ്പത്തിലുള്ള തവയാണോ നിങ്ങളെ കൈമേലുള്ളത് അതിനനുസരിച്ചുള്ള ഉരുളാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് മാക്സിമം നന്നായിട്ടൊന്ന് നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തത് കേട്ടോ. തീരെ കട്ടില്ലാണ്ടാണ് പരത്തിയെടുത്തത്. ഈ ഒരു രീതിയിൽ കണ്ടില്ല, ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ അവിടെ മാറ്റി വെക്കുക. ഇതേപോലെ തന്നെ ഒരു എത്ര അട്ടിയാണോ നിങ്ങൾ വെക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ചപ്പാത്തി നമ്മൾ പരത്തി വെക്കണം. ഞാനിപ്പോൾ ഒരു 4 എണ്ണമാണ് പരത്തുന്നത്. അപ്പോൾ ഇത് 2 ആയിട്ടുണ്ട്. ബാക്കി ഇതാ 3, 4 4 പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്ന് എടുക്കുക. ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് അടിയിലൊന്ന് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് വെക്കുക കേട്ടോ. ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ ചപ്പാത്തി വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലാണ് തേച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ എടുത്ത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയ ഡെസേർട്ട് സ്പൂണാണ് എൻ്റെ കയ്യിലുള്ളത്, അത്രയും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓയിൽ കുറഞ്ഞും പോകരുത് കേട്ടോ. കുറഞ്ഞു പോയാൽ നമുക്കിതിങ്ങനെ അടർത്തി എടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പം പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഒട്ടി പിടിച്ചു പോകും. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങളിപ്പോൾ ഗോതമ്പൊടിയാണ് എടുക്കണമെങ്കിൽ ഗോതമ്പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ മൊത്തം മൈദ തന്നെയാണ് എടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എണ്ണ കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത 2ാമത്തെ ചപ്പാത്തി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം ഒരേ സൈസിലായിരിക്കണം പരത്തി ഉണ്ടാക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഈ ഉള്ളിലൊന്നും എയർ ഇല്ല എന്നുള്ള രീതിയിൽ കൈവച്ച് നന്നായിട്ടൊന്ന് അമർത്തി ഉള്ളിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ 2ാമത്തെ ചപ്പാത്തിൻ്റെ മേലെ ഇതേപോലെ തന്നെ ഓയിലൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഓയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ പിന്നെ നമ്മൾ പൊടിയൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ 3ാമത്തെ ചപ്പാത്തിയും വെച്ച് കൊടുക്കുക. എല്ലാം ഒരേ വലുപ്പത്തിലുള്ള ചപ്പാത്തിയാണ് ഞാൻ പരത്തി വെച്ചത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ കൊണ്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും എയർ ബബിൾസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒന്ന് ഓയിൽ വെച്ച് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂൺ, ഒരു ഡെസേർട്ട് സ്പൂൺ, നമ്മളെ ഡെസേർട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഡെസേർട്ട് സ്പൂണല്ല കേട്ടോ. അതിൻ്റെ അളവല്ല ഞാൻ പറയണത്. നമ്മൾ ചെറിയ ഡെസേർട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂൺ ആയതുകൊണ്ടാണ് ഡെസേർട്ട് സ്പൂൺ എന്ന് പറഞ്ഞത്. അതിൻ്റെ മേലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കവർ ചെയ്യുക. ഇനിയിപ്പോൾ ലാസ്റ്റ് 4 വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനത്തെ 4 വെച്ചിട്ട് 2 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ചപ്പാത്തി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റത്തെ ചപ്പാത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ ഓയിലൊന്നും പരട്ടണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ ലാസ്റ്റത്തെ ചപ്പാത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതും എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉള്ളിൽ എയർ ബബിൾസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ 4 വെച്ച് ഞാൻ ആ ഒരു ചപ്പാത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് മാറ്റി ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ നിലത്തുനിന്ന് മെല്ലെ എടുക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട പൊടിൻ്റെ സൈഡിലേക്ക് ഈ തെറിച്ച പൊടി തന്നെ ഉണ്ട് കേട്ടോ. അതന്നെ മതി. അതൊന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ വെച്ചിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പരത്തണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ വരുന്ന ചപ്പാത്തി വലിപ്പം കുറഞ്ഞിട്ടും മേൽഭാഗത്ത് വരുന്ന ചപ്പാത്തി നല്ല വലിയ സൈസിലുമാണ് വരിക. അപ്പോൾ അതുകൊണ്ട് എല്ലാ ചപ്പാത്തിയും ഒരേ സൈസിൽ വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ പരത്തുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പരത്തിയെടുക്കണം. അപ്പോഴാണ് എല്ലാ ചപ്പാത്തിയും ഒരേ സൈസിൽ വരിക. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ല, കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഭാഗം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതേപോലെ കംപ്ലീറ്റ് കേട്ടോ 2 പരത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് മാക്സിമം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത് വലുതായിട്ട് പരത്തിയതിന് ശേഷം കാണിച്ചു തരാം. നന്നായിട്ട് പരത്തിയെടുക്കണം. അതേപോലെ തന്നെ എപ്പോഴും തിരിച്ചിടാനും മറന്നു പോകരുത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇങ്ങനെ പരത്തി ഇങ്ങോട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു രീതി എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന രീതി തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ ചൂടായ കല്ലിലിട്ടിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ചൂടോടുകൂടി പൊളിച്ചെടുക്കുമ്പോൾ അതൊരു പ്രയാസമാണ് എല്ലാവർക്കും. ചിലർക്ക് കൈ പൊള്ളിപ്പോകുന്ന പ്രശ്നമൊക്കെ വരും. അതൊന്നും വേണ്ടിയില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ തവ ചൂടാക്കാൻ വേണ്ടി വെച്ചാണ്.
അപ്പോൾ ചൂടായ തവയിലേക്ക് ഒരു തീ ഒന്ന് സിമ്മിലാക്കി വെക്കുക കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ഒന്ന് സിമ്മിലാക്കി വെക്കുക. അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അതിനെ ഇനി കൈ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അല്ലാണ്ട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല. ഒന്ന് ചൂടായാൽ മതി. ചപ്പാത്തി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അടിഭാഗവും നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇത് സാധാരണ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചൂടോട് കൂടി പൊളിച്ചെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ ചപ്പാത്തി ചമ്മൂസ് ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും, പൊടിഞ്ഞു പോകും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റെല്ലാം നമുക്ക് കിട്ടും. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ഇതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലത്തെ അതേപോലത്തെ ഷീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത്രയും മതി കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അതൊന്ന് ചൂടായിട്ട് വരും. തിരിച്ചിട്ട് കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത്രയും മതി കേട്ടോ. ഇതിന് പൊളിച്ചെടുക്കാനും ഒന്നും പോകണ്ട. ഇതിങ്ങനെ റെഡിയായി ചൂടായതിൻ്റെ ശേഷം നമ്മളിത് ഇതിൽ നിന്ന് എടുക്കുക കേട്ടോ. ഇതിൽ നിന്ന് എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചൂടാറിയതിൻ്റെ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒരു കവറിൽ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ ഞാൻ ആ ചപ്പാത്തി ചൂടാറിയതിൻ്റെ ശേഷം ഞാനിത് കവറിലിട്ട് വെച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത്. നാലും വെച്ചിട്ട് അങ്ങനെ രണ്ടെണ്ണമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഫസ്റ്റത്തെ എടുക്കുക. ആദ്യത്തേത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അത്. അതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കണമെങ്കിൽ സ്ക്വയറിൽ മുറിച്ചെടുക്കുക. അതേപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുത്തതിന് ശേഷം കോണായിട്ടുള്ള സമൂസ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ പ്ലസ് ആയിട്ട് മുറിച്ചെടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ എന്താ പറയുക, നമ്മൾ സമൂസക്ക് മാത്രമാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നീളത്തിൽ സ്കെയിൽ വെച്ചിട്ട് സൈഡിലുള്ള രണ്ട് ഭാഗം ഒന്ന് മുറിച്ച് കളയുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് അളന്നിട്ട് ഒന്ന് ഒരു ഏകദേശം ഒരു അളവ് കിട്ടാൻ വേണ്ടി ഒന്ന് അളന്ന് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല കട്ടിയിലാണ് ഉള്ളത് കേട്ടോ. നല്ല കട്ടിയുള്ള ഷീറ്റായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇത് എല്ലാം ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഈ രണ്ടറ്റം വരുന്ന ഭാഗം മാത്രം മുറിച്ചിട്ട് നമ്മൾ കളയാണ് കേട്ടോ. അതെന്താ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒന്നും ഇതിൽ വേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതാ 3 ഇതായിട്ട് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇപ്പുറത്തെ അറ്റം വരുന്നതും ഈ അറ്റം വരുന്നതും അതവിടെ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ അട്ടിക്ക് വെക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നെടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ പറഞ്ഞു കിട്ടും കേട്ടോ. ഒരു പ്രയാസമില്ല. സിമ്പിളാണ് ഇങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ഷീറ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ഷീറ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതേ ടേസ്റ്റുമാണ്. നല്ല നേരിയതാണ് കേട്ടോ. നല്ല തീരെ കട്ടിയൊന്നുമില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ഇതാക്കിയെടുക്കുക. ഇതേപോലെ ഒന്നും കൂടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഒന്നാണ്, ഒരു ചപ്പാത്തിയാണിത്. ഇനിയിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ഞാനിതൊന്ന് എല്ലാം ഒന്ന് ഓരോരോ ഷീറ്റായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈഡ് വരുന്നില്ല, അതെന്താ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ വന്നത് നമുക്ക് മാറ്റി ലാസ്റ്റ് മുറിക്കുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ. ഇത് ഡ്രൈ ആവുക അല്ലെങ്കിൽ ഉണങ്ങി പോവുക ഒന്നും ചെയ്യൂല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അതേപോലെ തന്നെ കുറഞ്ഞ ദിവസത്തേക്കാണെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇനി ഇതിനെ രണ്ട് സൈഡ് മുറിച്ച് കളഞ്ഞിട്ട് നല്ല പെർഫെക്റ്റ് പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ രണ്ട് സൈഡ് മുറിക്കണമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അടിപൊളി നമ്മൾ എന്താ പറയുക, സെയിം പുറത്തുനിന്ന് കിട്ടുന്ന പോലത്തെ ഷീറ്റ് നമുക്ക് കിട്ടും. സിമ്പിളാണ്. അതേപോലെ തന്നെ നമുക്ക് തവയിൽ വെച്ച് ചുടുന്ന സമയത്ത് കൈ പൊള്ളി ഓരോന്നോരോന്നായിട്ട് അടർത്തിയെടുക്കുക, ചൂടോടുകൂടി അടർത്തിയെടുക്കുക ഒന്നും ചെയ്യേണ്ട. സിമ്പിളാണ്. ഒരു ചപ്പാത്തി ചുടുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ മുറിച്ച് വെച്ചതാണിത്. ഇതിപ്പോൾ കണ്ടില്ലേ, 2 ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. 4 ചപ്പാത്തിയായിട്ട് 2 സെറ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട് ഇത്. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല അടിപൊളിയാണ്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിങ്ങനെ തന്നെ സൂക്ഷിക്കാനും നല്ലതാണ്. കുറച്ച് ദിവസത്തേക്ക് നിൽക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ മുറിച്ച് മാറ്റിയത് എന്താ ചെയ്യാന്നുള്ളതില്ലേ, ഇത് നമ്മൾ ത്രെഡ് ചിക്കൻ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് സ്നാക്കിനും ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നമ്മൾ ത്രെഡ് ചിക്കനൊക്കെ പോലെ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ പുറത്ത് കൊടുക്കല്ലേ, അങ്ങനെ നൂല് പോലത്തെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും സ്നാക്ക് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമ്മളൊരു ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് കൊടുക്കില്ല, ആ കോട്ടിങ്ങിന് പകരം ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കാണ് കാണാൻ. അതേപോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ. ബ്രെഡ് ക്രംസിന് പകരം ഇതിങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുക്കുക. പൊട്ടിക്കൊന്നും വേണ്ട കേട്ടോ, പൊടിക്കുകയൊന്നും ചെയ്യണ്ട. ഇങ്ങനെ തന്നെ അത് കോട്ട് ചെയ്തിട്ട് എടുത്ത് നമുക്ക് ഫ്രൈ ആക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഒരു വെറൈറ്റി ലുക്കുമാണ് ഇങ്ങനെ ആക്കുന്ന സമയത്ത്. അപ്പോൾ അതായത് നന്നായിട്ട് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചതിന് ശേഷം കൈ വെച്ചത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ വരികയും ചെയ്യും. ഇത് നമുക്ക് ബോക്സിൽ എടുത്തിട്ട് വെക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ മസാല ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ആണ്. ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ 2 സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. 3/4 ഭാഗത്തോളം ഞാൻ സമൂസക്കാണ് എടുക്കുന്നത്. 1/4 ഭാഗം ഞാൻ കോഴിയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അത് വേറെ മസാല ആണ്, ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അത് അടുത്ത് നമ്മൾ കവറിലിട്ട് വെച്ചിട്ടുള്ള നമ്മളെ ഓരോ ഷീറ്റും അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക, ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ എപ്പോഴും കാണിക്കുന്ന സമയത്ത് പറയല്ലോ ഇതൊന്ന് സ്ലോ ആയിട്ട് കാണിക്കണേ, നിങ്ങളിത് എങ്ങനെ ഫോൾഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണിത് ഫോൾഡ് ചെയ്യാന്നുള്ളത്. അപ്പം നോമ്പ് തുടങ്ങിയിട്ടില്ല, നോമ്പ് തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഈസി ആവട്ടെ. അപ്പോൾ അത് ആദ്യത്തെ കോണ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോർണർ ഒന്ന് മടക്കിയെടുക്കട്ടെ, ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് മടക്കിയെടുക്കുക.
എന്നിട്ട് ഇത് ആ കോർണർ നല്ലോണം എന്താ പറയുക സീലായി എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് ഫില്ലിങ് അത്യാവശ്യം വേണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സാധാരണ മറ്റേ നമ്മൾ പരത്തി മുറിക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു ഷീറ്റ് വെച്ചിട്ടുള്ള സമൂസക്ക് കുറച്ച് അത്യാവശ്യം ഫില്ലിങ് ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിനെ ഓരോരോ ഭാഗത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ട്രയാങ്കിൾ ആയിട്ട് തന്നെയാണ് വരിക കേട്ടോ. അതിന് നമുക്ക് വേറെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കൊന്നും വേണ്ട. ഇങ്ങനെ മടക്കുന്ന സമയത്ത് ആ ഒരു ട്രയാങ്കിൾ ആയിട്ട് തന്നെ വരും. എന്നിട്ട് ഈ ലാസ്റ്റ് വരുന്ന ഭാഗമില്ലേ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെതാ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ പക്ഷേ കുറച്ച് മൈദൻ്റെ പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് ഇത് ചെയ്യൽ കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മൈദപ്പശ വെച്ച് ഒട്ടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് സേഫാണ്. ഉള്ളിലേക്ക് എണ്ണ കയറൂല എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫോൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത സാധനം ഓരോന്ന് ഇതാ ഞാൻ കുറച്ച് മൈദൻ്റെ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ മിക്സ് ആക്കി ഒന്ന് കലക്കി വെച്ചതാണ്. അത് ഇതാ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ലാസ്റ്റ് വരുന്ന ഭാഗം ഇതിൻ്റെ മേലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ഒട്ടിയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഓരോ കോർണറും കണ്ടില്ല നന്നായിട്ട് സീലായിട്ട് അവിടെ വരികയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മളെ സമൂസൻ്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ, നമ്മൾ ഫോൾഡിങ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അടുത്ത ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാ അടുത്ത ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു വിരൽ ഇങ്ങനെ നടുവിൽ വെച്ചിട്ട് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ട്രയാങ്കിൾ ആയിട്ട് വരും. ആ കോർണർ നല്ലോണം ഒന്ന് സീലായി എന്നുള്ള ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ദാ ഫില്ലിങ്ങും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് ഫില്ലായി എന്നുള്ള രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ഫോൾഡിലും ഒരു ട്രയാങ്കിൾ ആയിട്ട് തന്നെ വരികയും ചെയ്യും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് നീളം കൂടുതലുണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് മൈദപ്പശ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. മൈദ ഇല്ലാണ്ട് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ചല്ലോ മൈദപ്പൊടി പശ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഉള്ളോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിങ്ങനെ മൈദപ്പൊടി വെച്ചിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ദാ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് നമ്മളെ സമൂസ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഈ കോർണർ ഭാഗത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എണ്ണ കയറും എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിൽ മൈദപ്പശ ഒന്ന് അവിടെയും വെച്ച് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചെയ്താൽ ഒന്നും കൂടെ സേഫായി. തീരെ ഓയിലൊന്നും ഉള്ളിൽ കയറി അല്ലെങ്കിൽ കുടിക്കുകയൊന്നും ചെയ്യില്ല. ഈ ഷീറ്റ് പ്രത്യേകിച്ച് എണ്ണ കുടിക്കാത്ത ഷീറ്റാണ്. അപ്പോൾ ദാ ഇതുപോലെ മൊത്തത്തിൽ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ സിപ്ലോക്ക് ബാഗിലാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബാഗിൽ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകൾ ഈ ഐസ്ക്രീം വാങ്ങിയാലൊക്കെ കിട്ടുന്നതും എങ്ങനത്തെയോ അല്ലാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പ്ലാസ്റ്റിക് സ്റ്റോറേജുകൾ അങ്ങനെ വേറെ വാങ്ങാൻ കിട്ടും കേട്ടോ. സ്റ്റോറേജ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ വേണമെങ്കിൽ അതിലും വെക്കാം. പക്ഷേ നമ്മൾ റമദാൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പ്ലാസ്റ്റിക് ബോക്സിനെക്കാട്ടിലും സ്ഥലം കൂടുതൽ കിട്ടുക നമ്മൾ ഇങ്ങനത്തെ ബാഗിലാക്കി വെക്കുമ്പോഴാണ് കേട്ടോ. ഒരുപാട് സ്ഥലം കിട്ടും ഫ്രിഡ്ജിൽ ഫ്രീസറിൽ. അപ്പോൾ അത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ കവർ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ശേഷം നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ അപ് ടു 1 മന്താണ്. ഒരു മാസം വരെ ഇത് കേടാവാണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൽ നിന്ന് എടുത്ത് പൊരിക്കാനും പറ്റും. നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാഗിലാക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതാ ബാക്കി നമ്മൾ ഇന്നത്തേക്ക് എടുത്ത് വെച്ചത് ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സമൂസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തീ കുറച്ച് വെക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കണമല്ലോ. അപ്പോൾ ഉള്ളിലുള്ള ഷീറ്റൊക്കെ ഫുള്ളായിട്ട് വെന്ത് വരണമെങ്കിൽ നമ്മൾ ചെറിയ തീയിലാക്കി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോഴാണ് എല്ലാ ലെയറും നന്നായിട്ട് മൊരിഞ്ഞ് വരിക. നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സമൂസ ഉണ്ടാവുക കേട്ടോ. എത്ര നേരം വെച്ചാലും ഇതിൻ്റെ ക്രിസ്പിനെസ് പോകുമൊന്നുമില്ല. ഒരുപാട് നേരം വരെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കും. ഇപ്പോൾ ദാ കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതാണ് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഞാൻ പൊരിച്ചെടുത്തതാണ്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഒരു തുള്ളി എണ്ണ പോലും കുടിക്കുകയൊന്നും ചെയ്യൂല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലത്തെ സമൂസാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും അതിൻ്റെ പുറം ഭാഗം മാത്രമാണ് നമുക്ക് ഇഷ്ടപ്പെടുക. ഉള്ളിലത്തെ മസാല ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കൊള്ളുന്നില്ല. ഇതാകുമ്പോൾ നല്ല അടിപൊളി മസാലയും നല്ല സൂപ്പറാണ് കേട്ടോ. ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടില്ല. അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നാട്ടിലുള്ളവർക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രയാസമായിരിക്കും. എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല ഇതിൻ്റെ ഒരു തോലൊന്നും ഷീറ്റൊന്നും വാങ്ങിക്കാൻ കിട്ടിക്കൊള്ളുന്നില്ല. അതാണ് ഉണ്ടാക്കണത് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അത് അടുത്തത് ഇതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കിയതിൻ്റെ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല മുരുമുരാന്നുള്ള നല്ല എന്താ പറയുക കിരികിരീന്ന് ശബ്ദം വരുന്ന നല്ല അടിപൊളി സമൂസാണ് കേട്ടത്. ഇതിൻ്റെ മസാലകളൊക്കെ ഓരോ ദിവസവും വേറെ വേറെ മസാലകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്നും മാറി മാറി കഴിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ആ ഒരു മസാലയിൽ കാൽഭാഗം ഞാനിവിടെ മാറ്റി വെച്ചെന്നറിയില്ല. അതിനെ ഇനി നമ്മൾ കോഴിയടൻ്റെ മസാല ആക്കി എടുക്കണം കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ആ സെയിം പാനിലേക്ക് ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് അധികം വേണം കേട്ടോ. ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കൽ നമ്മൾ വറുത്തെടുക്കാന്ന് പറയുന്നത്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഓവറായിട്ട് കളർ മാറണ്ട, ചെറുതായിട്ട്. ഇനിയിപ്പോൾ ഈ തേങ്ങയിലേക്ക് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ.
അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങിന്. ഈ ഒരു രീതിയിലാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. കരിഞ്ഞു പോവാണ്ട് ഈ ഒരു കളറിൽ ആക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ ഒരു ബാക്കിയുള്ള മസാല ഇല്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കോഴി വെച്ചിട്ടും ചെയ്യാമെന്ന് ഞാൻ പിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബീഫ് തന്നെ വേണമെന്നില്ല, കോഴി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ദാ ആ ഒരു മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മസാലയും ഈ ഒരു തേങ്ങയും കൂടെ കൂട്ടിയിട്ട് ഒരു 5, 6 മിനിറ്റ് പിന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് കോഴിയാടൻ്റെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു മസാല നമുക്ക് കിട്ടുക. കോഴിയാടൻ്റെ ഉള്ളിൽ വെക്കുന്ന മസാല എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മസാല ആയിരിക്കണം കേട്ടോ. നമ്മൾ സമൂസൊക്കെ ഒന്ന് എടുക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു നനവോട് കൂടിയുള്ള മസാല അല്ല, കുറച്ച് നല്ല ഡ്രൈ ആയിരിക്കണം. ഉണങ്ങിയ മസാല എന്ന് നമ്മൾ പറയില്ല, അങ്ങനത്തെ മസാലയാണ് നമ്മൾ കോഴിയാടയിൽ വെക്കുക. എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. കുറച്ച് സമയമായിട്ടത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉതിർന്ന് വീഴുക എന്ന് പറയില്ല, അതുപോലെ ആവണം കേട്ടോ. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് നിങ്ങളിങ്ങനെ എടുത്ത് നോക്കിയാൽ അങ്ങനെ മനസ്സിലാവും. കണ്ടില്ല ഇങ്ങനെ ഉതിർന്ന് വീഴുന്ന ആ ഒരു പാകം. അപ്പോൾ അതാ കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്. ഇതിനെ അവിടെ മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിനി അടുത്ത് കോഴിയട ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ അടുപ്പത്ത് കുറച്ച് മുട്ട പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മുട്ട ഞാൻ പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ നേരത്തെ ബാക്കിയുള്ള മാവാണ് കേട്ടത്. നമ്മൾ സമൂസ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ആ ഒരു പൊടിയാണിത്. ആ സെയിം പൊടി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കോഴിയട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ നിന്ന് ആദ്യം ഉണ്ടാക്കി വെച്ചാൽ വലിയ ഉരുള എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുകയെന്ന് വെച്ചാൽ മാക്സിമം നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുള ചെറുതാക്കിയിട്ട് പരത്തങ്ങനെ അങ്ങനെയും പരത്താം. ഞാനിപ്പോൾ കുറച്ച് വലിയതാക്കിയിട്ടാണ് പരത്തുന്നത് കേട്ടോ. ഒറ്റ പരത്തലിൽ തന്നെ കുറേ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമം നൈസായിട്ട് പരത്താനും നോക്കണേ. നല്ലോണം നൈസായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ പത്തിരിയായിട്ട് ഞാൻ നൈസായിട്ട് പരത്തിയെടുത്തതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇത്രയും കട്ടി ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. മാക്സിമം നൈസായിട്ട് പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതിന് നമുക്കിനി മുറിച്ചെടുക്കണം. അപ്പോൾ കോഴിയാടെന്ന് പറയുമ്പോൾ ചെറിയ സൈസായിരിക്കണം കേട്ടോ. ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഇതിപ്പോൾ അതിനായിട്ടുള്ളൊരു അച്ചാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു കുപ്പിൻ്റെ അടപ്പ് മൂടി വെച്ചിട്ട് മുറിച്ചാൽ മതി കേട്ടോ. ചെറിയ കുപ്പിൻ്റെ ഇത് റൗണ്ടിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം. ഇതിൻ്റെ വലിപ്പം കാണിച്ചു തരാം. ഈ ഒരു വലിപ്പം കേട്ടോ. ഇത്ര വലിപ്പം ഉണ്ടാകാൻ പാടുള്ളൂ. കോഴിയുടെ അത്രത്തോളം ചെറുതാവണം അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. മാക്സിമം ചെറുതാക്കാനാണ് നോക്കേണ്ടത്, വലിപ്പം കൂടി പോകരുത്. ഇതുപോലെ കംപ്ലീറ്റ് ഞാനിപ്പോൾ ഒരു ഫസ്റ്റത്തെ ആ ഒരു ലെയർ മാത്രമാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. അത് കോട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുത്തത് മുറിച്ചെടുക്കുകയുള്ളൂ കേട്ടോ. ആദ്യം ഞാൻ ഒറ്റ ലൈനായിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ മുറിച്ചെടുക്കും. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കോട്ടിയതിന് ശേഷം വേണമെങ്കിൽ നടുത്ത ഭാഗം ഒന്നും കൂടെ ചിലപ്പം പരത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതാ ഫസ്റ്റ് ലെയർ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ മുറിച്ചതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് ഇല്ലേ അത് ഫുള്ളായിട്ടൊന്ന് എടുത്ത് കളയാം കേട്ടോ. ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് എടുത്ത് കളയാം. അപ്പോൾ ദാ ഇത് കണ്ടില്ലേ ഈ സൈഡിൽ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ വരുന്നില്ല അത് ഫുള്ളായിട്ട് അങ്ങ് എടുത്ത് കളയാം. കളയല്ല അതെടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം അടുത്തതിലേക്ക് ഇത് കൂട്ടി യോജിപ്പിച്ചാണ് നമ്മൾ പരത്തിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത് ആ മുറിച്ച് വെച്ച എല്ലാ പൂരിയും ഞാനത് ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ അടുത്തത് ഞാൻ മുറിച്ചെടുക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അതാ. ഇതിന് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. നല്ല ഡ്രൈ ആയിട്ടുള്ള മസാല ആണ് കേട്ടത്. ഇതിൽ നിന്ന് ഓരോ പൂരി എടുക്കുക. ഞാൻ പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോട്ടിംഗ് ഒന്നും ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല. എന്നാലും എന്നെക്കൊണ്ട് അറിയുന്ന പോലെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു പൂരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സമൂസയിലൊന്നും വെക്കുന്ന പോലെയല്ല, ഇതിൽ കുറഞ്ഞ അളവേ ഫില്ലിങ് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ക്രിസ്പി ആയിട്ട് വരില്ല, പൊട്ടിപ്പോവുകയും ചെയ്യും കേട്ടോ. കാരണം ഇതിൻ്റെ നമ്മൾ പരത്തിയെടുത്ത ഈ ഒരു പൂരി എന്ന് പറയുന്നത് ഭയങ്കര നൈസാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ ഫില്ലിങ് വെക്കാവൂ. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കുക. ആദ്യം അത് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുക കേട്ടോ. എന്നാലാണ് എണ്ണയിലിട്ടാൽ പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റുക. നന്നായിട്ട് സീൽ ചെയ്തെടുക്കുക. സീൽ ചെയ്തതിന് ശേഷമാണ് നമ്മളത് പിരിയിടുക കേട്ടോ. പിരിയിടുക എന്നാണ് ഇതിന് പറയുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് ഇതാ ഇതിനൊന്നിങ്ങനെ പിരിയിട്ട് കൊടുക്കുക. ഇപ്പോൾ പിരിയിടാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ അച്ചും വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലത്തെ പിരിയല്ലെങ്കിലും ചെറുതായിട്ടൊരു ഡിസൈൻ വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ കിട്ടും. അപ്പോൾ ഞാനും പിരിയിടാൻ അത്ര പെർഫെക്റ്റ് അല്ല, എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അടുത്ത പൂരി എടുത്തിട്ടുണ്ട്. അതിലേക്കും സെൻറ്ററിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അധികമായി പോകരുത്. അധികമായി തോന്നിയാൽ കുറച്ചങ്ങ് എടുത്താൽ മതി കേട്ടോ. അധികമായി പോയാൽ പെട്ടെന്ന് തന്നെ എണ്ണയിലിടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് കുറഞ്ഞ ക്വാണ്ടിറ്റിയെ വെക്കാവൂ എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് അതിനെ ആദ്യം ഒട്ടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഒട്ടി എന്നുള്ള ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം ഇത് പിരിയിടാവുക. അല്ലെങ്കിൽ ഒട്ടുന്നതിന് മുന്നേ തന്നെ പിരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലതൊക്കെ എണ്ണയിലിടുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിയിട്ട് ഉള്ളിലത്തെ ഫില്ലിങ് പുറത്ത് വരും എണ്ണയിൽ നിന്ന്. ഇനിയിപ്പോൾ ഇതൊന്ന് പിരിയിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് പിരിയായിട്ട് വന്നോളും. അത് കുറച്ച് 2, 3 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതങ്ങ് ശരിയായി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഞാനിപ്പോൾ 2 എണ്ണം ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കേട്ടോ. ഇത്ര ചെറുതാണ് വേണ്ടിയത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒരു ട്രേ മൊത്തം ഞാനിങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പെങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ചായ ഉണ്ട്. മൂത്ത പെങ്ങളുണ്ട്. ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ മക്കളെ കൂടെ ചായ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഓരും കൊട്ടി തന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ദാ 2 ട്രേ ഞാനിവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതും ഫ്രൈ ആക്കി എടുക്കുക. ഇടുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് തീയൊന്ന് മീഡിയം തീയിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ക്രിസ്പി ആകണ വരെ ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പൊരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം വരെ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. വേണമെങ്കിൽ പിറ്റേന്ന് എടുത്ത് നോക്കിയാലും അത് ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ നല്ല ഡ്രൈ ആയതുകൊണ്ട് ഇതിൻ്റെ ക്രിസ്പിനെസ് പോവില്ല കേട്ടോ. നമ്മൾ പിറ്റേന്നേക്ക് വെച്ച് കഴിഞ്ഞാലും അത് അതേപോലെ തന്നെ ഉണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഈ ഒരു കോഴിയട ഉണ്ടാവുക. പിന്നെ അറിയാലോ വടകരക്കാർക്ക് ഈ ഒരു കോഴിയട ഇല്ലാണ്ട് ഒരൊറ്റ നോമ്പുറ പോലും അവർക്ക് ഉണ്ടാവില്ല. കോഴിയട നിർബന്ധമാണ്. കോഴിയടയും മുട്ട പൊരിച്ച ഉന്നക്കായും ഈ 3 സാധനം എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. അതാണ് ഒരു വടകരത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഓരോ ദിവസം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ നന്നായിട്ട് കോരി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കോഴിയട. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാൻ അടുത്ത ഐറ്റം ഉണ്ടാക്കുന്നത് ഒരു മധുരം വേണമല്ലോ. അപ്പോൾ മധുരം ഞാനിവിടെ എൻ്റെ അടുത്ത് ഇപ്പോൾ പഴമൊന്നുമില്ല. ഞാൻ ഇപ്രാവശ്യം പഴമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഈത്തപ്പഴമാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ 1 കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, 1 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര അധികം വേണ്ട, കാരണം ഈത്തപ്പഴം ആയതുകൊണ്ട് ഓൾറെഡി അതിൽ മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടി ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആണ് കേട്ടോ, അപ്പക്കാരം. അതൊരു നുള്ള് ഇട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, അങ്ങനെ ഒന്ന് നുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് കളറാണ്, യെല്ലോ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പക്കാരം ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടരുത് കേട്ടോ, പിന്നെ കളറേ ചേർക്കാവൂ. പിന്നെ അതാ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കട്ടെ. കുറച്ച് കട്ടിയുള്ള മാവായിട്ടാണ് വേണ്ടി കേട്ടോ. നമ്മൾ സാധാരണ പഴംപൊരിൻ്റെ മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടി. പഴംപൊരിക്ക് നമ്മൾ കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഉണ്ടാക്കുക. ഈത്തപ്പഴം ആയതുകൊണ്ട് കുറച്ചും കൂടെ കട്ടിയായിട്ടാണ് വേണ്ടി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴം ഓൾറെഡി നമ്മൾ വേവണ സമയത്ത് ആ ഈത്തപ്പഴത്തു നിന്ന് വെള്ളം വരാൻ തുടങ്ങും. ചെറുതായിട്ടൊന്ന് ലൂസാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ മാവ് കുറച്ച് കട്ടിയാക്കണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് കട്ടല്ലാണ്ട് ഉടച്ച് നല്ല സ്മൂത്ത് ബാറ്ററാക്കി എടുക്കണം കേട്ടോ. തീരെ കട്ടലുണ്ടാവരുത്. ഇപ്പോൾ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടിയിട്ട്. ഓവർ കട്ടിയല്ല, ഈ ഒരു പാകത്തിലും കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇതുപോലെ തന്നെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിക്കാം. പൊരിക്കണമെങ്കിൽ എന്താ കുറച്ച് നേരത്തെ തന്നെ ഒന്ന് ഈത്തപ്പഴമൊക്കെ കഴുകി ഉണങ്ങുന്ന പോലത്തിലാക്കിയെടുക്കുക കേട്ടോ. കുരു പോക്കിയിട്ടൊന്ന് നേരത്തെ തന്നെ കഴുകി വെച്ചാൽ മതി. കാരണം ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന മാവിൽ മുക്കുന്ന സമയത്തൊന്നും കൂടെ ലൂസായി പോകും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ആ ഈത്തപ്പഴം ഓരോന്ന് എടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈത്തപ്പഴം പൊരിച്ചതെന്ന് പറയുന്നത്. ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല, എന്നാലും ഒരുവിധ ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് ഈ ഒരു ഈത്തപ്പഴം പൊരിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോന്നിങ്ങനെ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ ഒരു പഴംപൊരിൻ്റെ ഏകദേശം സെയിം ടേസ്റ്റ് തന്നെയാണ് വരിക കേട്ടോ. മാവ് ആ ഒരു സെയിം ആണല്ലോ, അപ്പം സെയിം ടേസ്റ്റ് തന്നെയാണ് വരിക. ഉള്ളിലുള്ള ഈത്തപ്പഴവും പഴവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ പെങ്ങൾക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ചായക്ക് ഇവിടെ ഇന്ന് എല്ലാവർക്കും നോമ്പാണ്. നമ്മളെ ബറാത്തിൻ്റെ നോമ്പാണ് ഇന്ന് കേട്ടോ. അതാണ് ഈ ഒരു ഐറ്റംസൊക്കെ ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വരുത്ത് പഴമൊന്നും ഇല്ലാണ്ട് വന്നിട്ട്. നമുക്ക് ലഗേജ് വളരെ കുറവായിരുന്നു. നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇറങ്ങി പോയതുകൊണ്ട് തന്നെ ലഗേജ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം പഴമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കണം റമദാൻ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മളെ ആ ഒരു കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു നമ്മൾ മുക്കിയിട്ടത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നാണ്. എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ, തീരെ എണ്ണ ഒന്നും കുടിക്കാത്ത സ്നാക്ക് തന്നെയാണ്. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആകണ വരെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് കളർ മാറണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. പുറം ഭാഗം ഒരു ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും വരും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇനി എണ്ണ ഒന്ന് കോരിയെടുക്കാം കേട്ടോ. നല്ല കറക്റ്റ് പാകത്തിലായി വന്നാണ്. ഈ ഒരു കളറിലാണ് നമുക്കിത് കോരിയെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ഡാർക്ക് ആവാൻ നിന്ന് കഴിഞ്ഞാൽ അതിനൊരു കരിഞ്ഞ ഫ്ലേവറാണ് വരിക. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ എക്സസ് ഉള്ള എണ്ണയൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിന്. അപ്പോൾ ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി. ഇനിയിപ്പോൾ അടുത്തവും ഞാൻ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തവും ഇവിടെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു ഭാഗമായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയാൽ മതി. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. നല്ല ബോണ്ട പോലെ നല്ല ഷേപ്പിൽ വരികയും ചെയ്യും. അതിനാണ് നമ്മൾ കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുത്തത്, നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അടുത്ത ഞാൻ മുട്ട പൊരിക്കുകയാണ്. മുട്ട ഞാൻ പുഴുങ്ങി വെച്ച് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക. ഇതിൻ്റെ അളവ് ഞാൻ എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കുക കേട്ടോ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. പിന്നെ എന്താ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിന്, കുറച്ച് ഗരം മസാലൻ്റെ പൊടി വേണം. പിന്നെ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ലേശം ഒരു അര, അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി കുറച്ച് വെള്ളം കേട്ടോ. ഇതിപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ, തീ കത്തിക്കാറാണ് ചെയ്യുന്നത്. ആ ഫ്രൈ പാനിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി മൊത്തത്തിൽ. ആദ്യം വേറെ മസാല തേക്കൊന്നും വേണ്ട, ആ ഒരു പൊരിക്കുന്ന ചട്ടി തന്നെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ ഒരു കട്ടയൊന്നും ഇല്ലാണ്ട് മുളക് പൊടിയൊക്കെ നല്ല കലങ്ങുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇതാക്കിയെടുക്കുക, ഇളക്കിയെടുക്കുക.
അങ്ങനെ നന്നായിട്ട് മിക്സായി ഒരു ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച വര ഇട്ട് കൊടുത്താൽ നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മുട്ടയാണ് എടുത്തത്. എത്ര മുട്ട വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു മസാല നന്നായിട്ട് കോട്ട് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തീ കത്തിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇതാ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ കത്തിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് ഇതിൻ്റെ മേലേക്കൊന്ന് ബബിൾസ് ആയിട്ട് വന്നിട്ടെല്ലാം ഈ മുട്ടൻ്റെ മേലെ പിടിക്കും കേട്ടോ. അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ല ബബിൾസ് ആയിട്ട് വരും. പിന്നെ ചട്ടിയിലുള്ള ആ ഒരു മസാലയൊക്കെ ഉണങ്ങിയ രീതിയിലാവും. ഇത് കണ്ടില്ലേ, മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് ആ ഒരു ഉണങ്ങിയ രീതിയിലേക്കായി വന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഇടുന്നത്. 1-2 ടീസ്പൂൺ മതി കേട്ടോ, അത്രേ ആവശ്യമുള്ളൂ. ഒരുപാട് എണ്ണ ഇട്ട് പൊരിച്ചെടുക്കൊന്നും വേണ്ട. ഒരു ചെറിയ ക്വാണ്ടിറ്റി എണ്ണ മതി. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ആ എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഒരുപാടിട്ട് ഫ്രൈ ആക്കി എടുക്കരുത്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ മുട്ടൻ്റെ പുറമേ ഉള്ള ഭാഗം ഭയങ്കര ചേരി പോലെ ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെ തിന്നുന്ന സമയത്ത് ഇങ്ങനെ ചവച്ചാലും അലിയാത്ത രീതിയിലുള്ളതായിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ആക്കണ്ട. ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി കേട്ടോ. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മളെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞ് വന്നതാണ്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ മുട്ട പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഞാനിത് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഇതും എൻ്റെ പെങ്ങൾ സൂക്ഷിച്ചുണ്ടാക്കി തന്നതാണ്. കല്ലുമ്മക്കായ് നിറച്ച് പൊരിച്ചതെന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ ഒരുപാടിട്ട് പൊരിച്ചിട്ടല്ല കൊണ്ടുവന്നത്. ഇനിയിപ്പം ബാക്കി വിടുന്നതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ കൊണ്ടുവന്നാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആവിച്ചമ്പിൽ ഇതിനെ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാലാണ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരിക. അങ്ങനെ ഒന്ന് ആവിച്ചമ്പിലിട്ട് ചൂടായതിൻ്റെ ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. തണിഞ്ഞതിന് ശേഷം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കിയ പോലെയാണ് ഉണ്ടാവുക കേട്ടോ. ആ ഒരു സെയിം നമ്മൾ എന്താ പറയുക, ഇപ്പം നിറച്ച് പൊരിച്ച ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മുഴുവനായിട്ട് ഇത് പൊരിച്ചെടുത്തിട്ടില്ല. ബാക്കി ഇവിടെ നിന്നാണ് നമ്മളിത് പൊരിക്കുന്നത്. നല്ല കറക്റ്റ് പാകത്തിൽ നമുക്ക് ഇപ്പം ഉണ്ടാക്കിയ പോലെ ആവുകയും ചെയ്യും. അപ്പോൾ ഈ കല്ലുമ്മക്കായ് നിറച്ച് പൊരിക്കുന്ന വടകര സ്പെഷ്യൽ കല്ലുമ്മക്കായ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ യാൻസ് കിച്ചൺ കല്ലുമ്മക്കായ് എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കല്ലുമ്മക്കായ് ഏകദേശം ഇവിടെ റെഡി ആയി വന്നതാണ്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് എന്നൊക്കെ പറയുന്ന ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ മറക്കാണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതും ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള സാധനമാണ് ഞാൻ കാണിച്ചത്. മുട്ട പൊരിച്ചതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഷീറ്റ് വെച്ചിട്ടുള്ള സമൂസയും അതേപോലെ തന്നെ കോഴിയട കേട്ടോ. ഇത് രണ്ടും നമുക്ക് എന്താ പറയുക, ഒരു മടുപ്പില്ലാത്ത സ്നാക്കാണ് സമൂസയും കോഴിയടയും എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഡെയിലി ഉണ്ടാക്കേണ്ട ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇതിൽ ഇന്നുണ്ടാക്കിയ സാധനങ്ങൾ കണ്ടിട്ട് ഇനിയിപ്പോൾ റമദാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനുള്ള സമയമാണോ അല്ലെങ്കിൽ ഭക്ഷണം കുറച്ചുകൂടെ എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് കമൻസ് ഇല്ലേ, അപ്പം ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തിന്നാൻ പറ്റുന്ന ആൾക്കാർ തിന്നോട്ടെ, അവരെ നിരുത്സാഹപ്പെടുത്തണ്ട, പറ്റാത്തവർ തിന്നണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി മെത്തേഡാണ് കാണിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.